ഈ വീഡിയോയിൽ പവർ ബിയിൽ ഇൻക്ലൂഡ് ആൻഡ് എക്സ്ക്ലൂഡ് എന്താണെന്ന് നോക്കാം. അതിനായി ഞാനൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്റ്റാക്ക്ഡ് കോളം ചാർട്ടാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സബ് കാറ്റഗറിയും റീജനും സെയിൽസും ഉപയോഗിച്ചാണ് ഇവിടെ ഈ സ്റ്റാക്ക് കോളം ചാർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഫോക്കസ് മോഡ് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻക്ലൂഡ് ആൻഡ് എക്സ്ക്ലൂഡ് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഫോൺസ് എന്ന കാറ്റഗറിയിലെ ഈസ്റ്റ് റീജിയനിലെ വാല്യൂവും അതുപോലെ പേപ്പർ എന്ന കാറ്റഗറിയിലെ സൗത്ത് റീജിയനിലെ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇൻക്ലൂഡ് ആൻഡ് എക്സ്ക്ലൂഡ് ഫീച്ചർ. നമുക്ക് ഏത് കാറ്റഗറിയാണോ കാണിക്കേണ്ടത് ആ കാറ്റഗറികളൊക്കെ Ctrl+ ചെയ്ത് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻക്ലൂഡ് നൽകാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഏത് കാറ്റഗറിയിലാണ് കൂടുതൽ സെയിൽസ് നടന്നത് പെട്ടെന്ന് കണ്ടെത്താനാകും. ഇൻക്ലൂഡ് ആൻഡ് എക്സ്ക്ലൂഡ് ഫീച്ചർ എന്തെന്ന് വെച്ചാൽ അത് ആക്ച്വലി ഫിൽറ്ററാണ്. നമ്മൾ ഈ ഡാറ്റയെ ഫിൽറ്റർ ചെയ്യുകയാണ്. ഫിൽറ്റർ പെയിൻ ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കാറ്റഗറി വൈസും അതുപോലെ റീജിയൻ വൈസും അവിടെ ഫിൽറ്റർ ചെയ്തതായി കാണാൻ സാധിക്കും. പിറകിലത്തെ ചാർട്ടിലേക്ക് പോകാൻ മുകളിലുള്ള അൺഡു ബട്ടനോ അല്ലെങ്കിൽ ഫിൽറ്റർ പെയിനിൽ നിന്നോ ഡിലീറ്റ് ഓപ്ഷനോ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് എക്സ്ക്ലൂഡ് ഫീച്ചർ എന്താണെന്ന് നോക്കാം. അതിന് ഞാൻ ഈ ചാർട്ടിൽ നിന്നും 4 ബാർസ് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത ഏതെങ്കിലും ഒരു ബാറിൻ്റെ മുകളിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്ക്ലൂഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഈ സെലക്റ്റഡ് ആയിട്ടുള്ള 4 എണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഇവിടെ കാണിക്കുന്നതാണ്. റൈറ്റ് സൈഡിലെ ഫിൽറ്റർ ഓപ്ഷൻ നോക്കിയാൽ ഏതൊക്കെയാണ് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് കാണാനും സാധിക്കും. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു ചാർട്ടിൽ നിന്നും വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യാനും എക്സ്ക്ലൂഡ് ചെയ്യാനും അതുപോലെ തന്നെ വാല്യൂസ് കമ്പയർ ചെയ്യാനും വളരെ യൂസ്ഫുള്ളാണ് ഇൻക്ലൂഡ് ആൻഡ് എക്സ്ക്ലൂഡ് ഫീച്ചർ.